ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഒരാള് മാത്രം കേറിട്ടുള്ളൂ അല്ലേ? അതെ മിസ്സേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണല്ലോ എടുത്തത് അല്ലെ? വായിച്ചു നോക്കിയിരുന്നോ? ഷാരോൺ വായിച്ചു നോക്കിയോ? ഇല്ലായിരുന്നു മിസ്സേ. ഞാന് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിരുന്നോ? നോക്കിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പറഞ്ഞത്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണല്ലോ പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നോ? നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേറിയില്ലായിരുന്നു മിസ്സേ. കേറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ മിസ്സേ. ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ദ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ വിച്ച് ഈസ് often handled to enhance the existing management of the patient. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well-developed care. The main aim in all such shifting is to maintain the continuity of medical care, as the transfer of sick patient may produce various psychological changes which may negatively affect the prognosis of the patient. It should be initiate safe transfer, consist of decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of transfer, example land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the course transfer, and finally the documentation and handover of the patient at the receiving facility. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയാണ്, ആ ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇൻട്രാ ഹോസ്പിറ്റൽ ഇന്റർ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഈ ഇൻട്രാ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ അഥവാ ഇന്റർ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് നോട്ട് ചെയ്തെടുത്തോളാം കേട്ടോ. ഷാരൻ നോട്ട് ചെയ്തിട്ടില്ലല്ലോ ഇത്? ഇല്ല മിസ്സേ. ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിറ്റ്വീൻ ഓർ ഇൻവോൾവിംഗ് ടു ഓർ മോർ ഹോസ്പിറ്റൽസ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെന്ത് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലുകളിലേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. ഒന്ന് എഴുതിയെടുത്തോളൂ. ഇന്റർ ഹോസ്പിറ്റൽ ഒക്യൂറിംഗ് ബിറ്റ്വീൻ ഓർ ഇൻവോൾവിംഗ് ടു ഓർ മോർ ഹോസ്പിറ്റൽ. Occurring between or involving two or more hospital. Okay. ഇനി ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസ്ഫർ ആണെന്ത് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ രോഗിയെ കൈമാറ്റം ചെയ്യുന്ന, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഇന്റർ ഹോസ്പിറ്റൽ, ഇൻട്രാ ഹോസ്പിറ്റൽ കേട്ടോ. ഇൻട്രാ ഹോസ്പിറ്റൽ ഒക്യൂറിംഗ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നും കൂടി പറയാണ് കേട്ടോ. അതായത് ഇൻട്രാ ഹോസ്പിറ്റൽ ഇന്റർ ഹോസ്പിറ്റൽ എന്നത് രോഗിയുടെ പരിചരണത്തിന്റെ ഒരു സുപ്രധാന വശമാണ്. അതായത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ആ രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ രോഗിക്ക് കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ആ രോഗിയെ പരിചരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, അതിനുള്ള എക്യുപ്മെന്റ്സോ ഡോക്ടേഴ്സോ ഒക്കെ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ
രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ഒന്നില്ലെങ്കിൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്താണ് നമുക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോ ആക്സിഡന്റുമായിട്ട് വന്നൊരു പേഷ്യന്റ് ആണെങ്കിൽ ആളെ ഫസ്റ്റ് ആയിട്ട് ആളെ റിസീവ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ എമർജൻസിയിലോ ആയിരിക്കും അല്ലെ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വരുമ്പോഴെന്താണ്, അയാളെ നോർമൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതും എന്ത് തന്നെയാണ്? ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഈ സെയിം കണ്ടീഷൻ തന്നെ ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ആ രോഗിയെ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇൻട്രാ ഹോസ്പിറ്റൽ ഷിഫ്റ്റിങ്ങും മറ്റൊന്ന് ഇന്റർ ഹോസ്പിറ്റൽ ഷിഫ്റ്റിങ്ങും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? അതായത് രോഗിയുടെ പരിചരണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. ഓക്കെ, ഇനി ഇത് രോഗിയുടെ മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് കൈകാര്യം ചെയ്യപ്പെടുന്നത്. രോഗിയെ ഡീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും ആൾക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നതിനുള്ള ഒരു സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫറിലൂടെ നടക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു രോഗനിർണയ പ്രക്രിയക്കായിട്ട് ഒരു രോഗിയെ അതേ സൗകര്യത്തിനുള്ളിൽ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു, അതായത് ഈ ഇൻട്രാ ഹോസ്പിറ്റൽ അതായത് രോഗി എന്ത് ചെയ്യാണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ പല സൗകര്യങ്ങളിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക്, അതായത് ഇപ്പൊ ഒരു രോഗിയെ വാർഡിൽ നിന്ന് എക്സ്റേ യൂണിറ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു രോഗിയെ റേഡിയോളജി MRI എടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ തന്നെയാണ്. ഇതൊക്കെ എന്താണ്? രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി രോഗിയുടെ കൈമാറ്റം ഇതുപോലെ, അതായത് രോഗി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിയുടെ ശരീരത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാം. അങ്ങനെ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ എന്താണ്? രോഗിയെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. ഇപ്പൊ രോഗിയെ ഒരു ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്, വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആംബുലൻസിൽ ആ രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്സിജൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും സംവിധാനങ്ങളും ആ ആംബുലൻസിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ ബോഡിയാണ് അനങ്ങുന്നത്. അപ്പൊ ചിലപ്പോൾ ആളുടെ ബോഡിക്ക് ഡാമേജ് പറ്റിയേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ എറോപ്ലെയിൻ, ഹെലികോപ്റ്റർ ഒക്കെ വഴി കൊണ്ടുപോകാം രോഗിയെ, അല്ലെങ്കിൽ റോഡ് മാർഗം എന്ത് ചെയ്യാം? രോഗിയെ കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു. ട്രാഫിക് എന്ന ഒരു മൂവിയില് ഓർഗൻസ്, അതായത് ആ ഒരു ഹാർട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ട്രാൻസ്ഫറിങ് സംവിധാനം എന്ന് പറയുന്നത് പല ആളുകളുമായിട്ട് എന്താണ്? അതായത് കണക്റ്റഡ് ആണ്, കമ്മ്യൂണിക്കേറ്റബിൾ ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ എത്തുമ്പോഴത്താണ് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിയുടെ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കൂടാതെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ഹോസ്പിറ്റലാണ്, നമ്മൾ എവിടെ നിന്നാണോ രോഗിയെ കൊണ്ടുവന്നത് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എത്തുന്ന സ്ഥലം വരെയുള്ള അവിടുത്തെ ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. പിന്നെ നമുക്ക് പോലീസിന്റെ സഹായം ചില സാഹചര്യങ്ങളിൽ തേടേണ്ടി വരും. അങ്ങനെ മറ്റു പല ആളുകളുടെ കോപ്പറേഷൻ നമുക്ക് ഈ ട്രാൻസ്ഫറിന് സഹായകമാണ്. ഓക്കെ, അങ്ങനെ പിന്നെ എന്താണ്? ലാസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ള, അതായത് ഒന്നില്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആകാം. അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ രോഗിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോഴും, അതായത് രണ്ടാമതൊരു ഹോസ്പിറ്റൽ, വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ എത്തിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ഹെൽത്ത് കെയർ ടീം രോഗിയെ റിസീവ് ചെയ്യുകയും നമ്മൾ എന്താ ചെയ്യുക? അതായത് രോഗിയുടെ കൂടെ പോയ ആളെന്ത് ചെയ്യും? രോഗിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യും. രോഗിയെ ഉൾപ്പെടെ രോഗിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യും. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ അവസാനിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ,
ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ അനദർ ഹോസ്പിറ്റൽ ഹോം. അതായത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? രോഗി എന്താണ് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്, രോഗിയെ മറ്റൊരു സംവിധാനത്തിലേക്കാണ് മാറ്റുന്നത്. അത് ഒന്നില്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാകാം. ഇങ്ങനെ രോഗി എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടം വരെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നേ? ആർക്കെങ്കിലും അറിയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പറയാമോ? എവിടെയാ നിർത്തിയേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ? പർപ്പസ് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല മിസ്. ഇല്ലല്ലേ? ഓക്കെ. ഓക്കെ, കുറച്ച് നോട്ട് എഴുതാനുണ്ട് കേട്ടോ, എഴുതിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പർപ്പസ് പറഞ്ഞാൽ മതിയോ? ഓക്കെ. ഓക്കെ, അതായത് ട്രാൻസ്ഫറിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നിട്ട് നമ്മൾ എഴുതാൻ പോണത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക റീസൺ ഫോർ ട്രാൻസ്ഫർ. റീസൺ ഫോർ ട്രാൻസ്ഫർ കേട്ടോ. റീസൺ ഫോർ ട്രാൻസ്ഫർ. ഫസ്റ്റ് കൊടുക്കുക ചേഞ്ചസ് ഇൻ പേഷ്യന്റ് കണ്ടീഷൻ. ചേഞ്ചസ് ഇൻ പേഷ്യന്റ് കണ്ടീഷൻ. Changes in patient condition. Changes in patient condition and explanation ആയിട്ട് എഴുതാം. When a patient condition becomes serious, when a patient condition becomes serious, when a patient condition becomes serious, comma, such as transferred to ICU, such as transferred to ICU, if he develops a heart problem, if he develops a heart problem, or may be transferred, if he develops a heart problem, or may be transferred to another agency, for another agency. Okay, ഈ രണ്ടാമത്തേത് എഴുതാം. Patient scheduled for surgery. Patient scheduled for surgery. Patient scheduled for surgery and explanation എഴുതാം. Patient a medical unit is transferred to, a medical unit is transferred to, a medical unit is transferred to surgical unit, surgical unit, surgical unit, to undergo, UNDERGO, to undergo the required surgery, the required surgery. ഒന്നുകൂടെ പറയാം. Patient scheduled for surgery and explanation. Patient, a medical unit is transferred to surgical unit to undergo the required surgery. The next one, patient request transfer to a different type of room. Patient request transfer to a different type of room.
patient requests transfer to a different type of room. And explanation ഏതാ? From a general ward to paying private ward. Paying private ward. From a general ward to a paying private ward. Okay. Next point, നാലാമത്തെ point, demand for available beds. Demand for available beds. Demand for available beds. The fifth point, for isolation of patient. For isolation of patient. For isolation of patient. In the seventh one, changes in patient healthcare needs. Changes in patient healthcare needs. Changes in patient healthcare needs. Okay. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, റീസണിൽ വരുന്നത്. അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞ, ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ, റീസൺ ഫോർ ട്രാൻസ്ഫറിൽ ഫസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ പേഷ്യന്റ് കണ്ടീഷൻ. അതായത് പേഷ്യന്റ് കണ്ടീഷൻ ക്രിട്ടിക്കൽ ഒക്കെ ആവുകയാണെങ്കിൽ എന്താണ്, പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ICU തന്നെ എന്താണ് മറ്റൊരു ഹോസ്പിറ്റൽ ഏജൻസിയിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ കേട്ടോ. പേഷ്യന്റ് നില വഷളാവുകയാണെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും, അതൊരു കാരണമാണ്. ഇനി രണ്ടാമത്തേത്, പേഷ്യന്റിനെ സർജറിക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് എന്താണ് സർജറി യൂണിറ്റിലേക്ക് മാറ്റുന്നതും എന്ത് തന്നെയാണ്, ട്രാൻസ്ഫർ തന്നെയാണ്. അതും എന്താണ് ഒരു കാരണമാണ്. ഒരു പേഷ്യന്റിനെ ഒരു വാർഡിൽ നിന്ന് സർജറി യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ട്രാൻസ്ഫറിനുള്ള ഒരു കാരണമാണ്. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത്, പേഷ്യന്റിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് പേഷ്യന്റ് താല്പര്യപ്രകാരം എന്താണ്, പേഷ്യന്റ് ജനറൽ വാർഡിൽ നിന്നും പേയിങ് പ്രൈവറ്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പോകുന്നതും ഒരു കാരണമാണ്. എങ്ങനെയാ, അതായത് ഇപ്പൊ നമ്മള് ഒരു രോഗവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അയാളെ ജനറൽ വാർഡിലായിരിക്കും കിടത്തുന്നത്. പക്ഷെ ആ ജനറൽ വാർഡിലെ ആ സാഹചര്യങ്ങൾ, ആ ഒരു അന്തരീക്ഷം ഒന്നും അയാൾക്ക് ചിലപ്പോൾ എന്താണ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി പ്രൈവസി ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അയാൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്താണ് ഒരു പ്രൈവറ്റ് വാർഡ് അല്ലെങ്കിൽ ഒരു റൂം ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെയുള്ള സാഹചര്യവും എന്ത് തന്നെയാണ്, ഒരു ട്രാൻസ്ഫർ തന്നെയാണ് കേട്ടോ. ഇനി ഡിമാൻഡ്സ് ഫോർ അവൈലബിൾ ബെഡ്സ്, അതായത് ബെഡിന് ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ, ബെഡിനൊക്കെ ഷോർട്ടേജ് വരുമ്പോഴെന്താണ് നമ്മൾ ചിലപ്പോൾ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ആകും. അപ്പൊ ഇതൊക്കെ എന്ത് തന്നെയാണ്, ട്രാൻസ്ഫർ തന്നെയാണ്. ഇനി ഐസൊലേഷൻ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിനെ ഐസോലേറ്റ് ചെയ്യുക, അതായത് പേഷ്യന്റിന് മാത്രമായിട്ട് തനിച്ച പേഷ്യന്റിനെ ഐസോലേറ്റ് ചെയ്യാനായിട്ട് ആ പേഷ്യന്റിന് മാത്രം, അതായത് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ പേഷ്യന്റിനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്, അല്ലെ. അയാളെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാണ്, കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, പേഷ്യന്റിനെ ഇപ്പോ നോർമൽ ഒരു വാർഡിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു പുതുതായിട്ടൊക്കെ ഉള്ള ഒരു രോഗം, എന്തെങ്കിലും പടർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെ എന്താണ് പെട്ടെന്ന് ആളില് ആ സിംറ്റം കണ്ടിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ എന്ത് ചെയ്യും, ഐസോലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ വാർഡിൽ നിന്ന് പ്രത്യേകമായി താമസിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അതും എന്ത് തന്നെയാണ്, ട്രാൻസ്ഫർ തന്നെയാണ്. ചേഞ്ചസ് ഇൻ പേഷ്യന്റ് ഹെൽത്ത് കെയർ നീഡ്സ്, അതുകൂടാതെ പേഷ്യന്റിന് ചിലപ്പോൾ എന്താണ് അവരുടെ ഹെൽത്ത് കെയർ നീഡ്സിൽ പല ആവശ്യങ്ങളും വന്നേക്കാം. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്താണ് അവർക്ക് ചിലപ്പോൾ ചില നീഡ്സ് ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ കൂടുതൽ കെയർ കിട്ടണം എന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് വേണം എന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസ് വേണം എന്ന് ആവശ്യപ്പെടാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് പേഷ്യന്റിന് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. നല്ല രീതിയിൽ കെയർ കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് കെയർ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതും എന്താണ് ട്രാൻസ്ഫറിനുള്ള ഒരു കാരണം തന്നെയാണ്. ഓക്കെ, ഈ 7 പോയിന്റ് മനസ്സിലായോ? മിസ്സേ. ഓക്കെ,
ഇനി അടുത്തത് പർപ്പസ് ആണ് കേട്ടോ. പർപ്പസ് ആണ്. പർപ്പസ് ഫസ്റ്റ് പോയിന്റ്, അതായത് എന്തൊക്കെയാണ് ഉദ്ദേശം, ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പറയുന്നത് ഇവിടെ ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. ആദ്യത്തെ വരുന്നത് ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, അതായത് ആവശ്യമായ ഡയഗ്നോസ്റ്റിക് പരിശോധനകളും നടപടിക്രമങ്ങളും നേടുന്നതിന്. ഇപ്പോ രോഗിക്ക് എന്താണ്, അയാളുടെ രോഗത്തിന്റെ ഭാഗമായിട്ട് ചില ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ എന്താണ് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ വേണ്ടി വന്നേക്കാം അയാളുടെ രോഗവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോ ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ രോഗനിർണയ പരിശോധനകൾ, ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്തെന്ന് വരാം. അപ്പൊ അതാണ് ടു ഗെറ്റ്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേടുന്നതിന് എന്താണ് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പർപ്പസിൽ വരുന്നതാണ് കേട്ടോ അതിന്റെ. ഇനി രണ്ടാമത്തത് ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, അതായത് ചികിത്സയും പരിചരണവും നേടുന്നതിന്. അതായത് ആ ഒരു പേഷ്യന്റിന് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം, ബെറ്റർ ആയിട്ടുള്ള നഴ്സിംഗ് കെയർ കിട്ടണം. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യും. ഇനി മൂന്നാമത്തത് ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, അതായത് പ്രത്യേക പരിചരണം ആൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, നൽകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഐസൊലേറ്റഡ് വാർഡുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആളെ പ്രത്യേകമായിട്ട് പരിചരിക്കുന്നതാണ് അല്ലെ, ആൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം കെയർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമാണ് ആ ഒരു ഐസൊലേറ്റഡ് റൂമിൽ ആളെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് അല്ലെ, ആ രോഗിക്ക് വേണ്ടി മാത്രം എന്താണ് പ്രത്യേകമായിട്ട് പരിചരണം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് തന്നെയാണ് ഇതിനകത്ത് പർപ്പസിൽ വരുന്നതാണ് കേട്ടോ. ഇനി ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്, അതായത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉദ്യോഗസ്ഥരെയും സേവനങ്ങളെയും ഉപയോഗപ്പെടുത്തുക. അതായത് ഈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ, ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥര്, അവിടെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവര് അതുപോലെ തന്നെ അവിടെയുള്ള സർവീസസുകളൊക്കെ എന്താണ് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ്, നേഴ്സ് ഒക്കെ എന്താണ് അതിനകത്ത് ഇൻവോൾവഡ് ആവും അല്ലെ. അതുകൂടാതെ അവിടെയുള്ള മറ്റ് സർവീസുകളും എന്താണ് അതിനകത്ത് ഇൻവോൾവഡ് ആവും. അങ്ങനെ ആ രോഗിക്ക് എന്ത് ചെയ്യാണ്, ബെറ്റർ ആയിട്ടുള്ള കെയർ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ് ഒരു പർപ്പസ് തന്നെയാണ്. ഇനി ടു മാച്ച് സിവിയറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽസ് ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്, അതായത് രോഗികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് എന്നിട്ടാണ് അവരുടെ, അതായത് ഇപ്പൊ രോഗിയുടെ കണ്ടീഷൻ എന്താണോ, അല്ലെങ്കിൽ രോഗിയുടെ ആവശ്യങ്ങൾ എന്താണോ, അവരുടെ പ്രശ്നങ്ങൾ എന്താണോ, അതനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, നഴ്സിംഗ് കെയർ ട്രാൻസ്ഫറിൽ കൊടുക്കുന്നത്. ഇപ്പോ ഞാനും അതുപോലെ തന്നെ അങ്ങനെ വേറെ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോ ഒരു കൂട്ടം പേഷ്യൻസ്, ഇപ്പൊ 5-6 പേഷ്യൻസ് ഒരു വാർഡിലുണ്ടെന്ന് വിചാരിക്കാം. ആ വാർഡിൽ കഴിയുന്ന ഒരു മിക്ക പേഷ്യൻസും എന്താണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്ത് ആ രോഗികൾക്ക് എന്താണ് പ്രത്യേകം കെയർ ആണ് കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും എന്താണ് ഓരോരുത്തരുടെ, അതായത് എല്ലാവരുടെയും ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഓരോ പേഷ്യൻസിനെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക. ഇതൊക്കെയാണ് എന്ത് ട്രാൻസ്ഫറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ എന്തൊക്കെയാ പർപ്പസിൽ വരുന്നേ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ഫസ്റ്റ് പോയിന്റ് പർപ്പസ്. To get a necessary diagnostic test and procedure. രണ്ടാമത്തെ പോയിന്റ് പറ. To provide treatment and nursing care. പിന്നെ To provide specialized care. To place the most suitable utilization or available personnel and services. To match severity of nursing care based on patient's level of needs and problems. Okay. ഇനി ഈ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് ഷാരോണിനൊന്ന് മനസ്സിലായതൊന്ന് പറയാമോ? ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? മലയാളത്തിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷൻ എന്താ? അതായത് ഒരു
ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റല് മറ്റൊരു ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ആ. ചെയ്യുന്നതാണ്. ആ. അതുപോലെ തന്നെ ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റൽ ഉള്ളിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ആ. ആ, പിന്നെ കിട്ടുന്നില്ലേ പറയാനായിട്ട്? വേറെ ആരെങ്കിലും പറയാമോ? എന്നാ വേറെ ആരെങ്കിലും പറയാമോ? തുഷാര പറയാമോ? ഒരു കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ഒരു പേഷ്യന്റിന് അവൈലബിൾ ആക്കാനാണ് ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ നടത്തുന്നത്. അത് ആ. 2 ടൈപ്പ് ഉണ്ട്: ഇന്റർ ഹോസ്പിറ്റൽ, ഇൻട്രാ ഹോസ്പിറ്റൽ. ആ. ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും, ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതുമാണ്. ആ. പിന്നീട് എങ്ങനെയാണ് ട്രാൻസ്ഫർ നടത്തുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം അവിടെ. ആ. കണക്ക് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ, പ്രിപ്പറേഷൻ, ചൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ലാൻഡ് ട്രാൻസ്ഫർ ആണോ എയർ ട്രാൻസ്ഫർ ആണോ, പിന്നെ പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്, എക്യുപ്മെന്റ്സ്, മോണിറ്ററിങ്, ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇൻട്രാ ഹോസ്പിറ്റലും ഇന്റർ ഹോസ്പിറ്റലും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് നമുക്ക് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എന്നാല് ഈ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച, അതായത് ഇന്റർ ഹോസ്പിറ്റൽ ഇൻട്രാ ഹോസ്പിറ്റലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒന്ന് തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ എന്താണെന്ന് ഞാൻ വായിക്കാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും വായിച്ചാൽ തന്നെ. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്: internal transfer, to transfer the patient in a unit that provides special care or care suited to his requirements, example from general ward to ICU. അതായത് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് രോഗിയെ അവന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രത്യേക പരിചരണം നൽകുന്ന ഒരു യൂണിറ്റിലേക്ക് മാറ്റുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസ്ഫർ ആണെന്ത് ഈ ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിൽ, ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? പറഞ്ഞേ, എന്താ പേര്? എന്താ? ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ ആണ് കേട്ടോ. രോഗിയെ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള പ്രത്യേക പരിചരണം, സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ. അപ്പോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് ഈസ് അതാണ് എന്ത് പറയുന്നത്, ഈസ് ആൻ ഇന്റേണൽ ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനറൽ വാർഡിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഇന്റേണൽ ട്രാൻസ്ഫർ തന്നെയാണ് കേട്ടോ. അപ്പോ ഒരു രോഗിയെ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. എക്സാമ്പിൾ വരുന്നത്, ഒരു പേഷ്യന്റിനെ ജനറൽ വാർഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്റേണൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. To transfer the patient from one hospital to another hospital for the purpose of special care, example from general hospital to specialized hospital, cancer center. അതായത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് പ്രത്യേക പരിചരണത്തിനായിട്ട് രോഗിയെ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്താണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ മാറ്റുന്നതിനെ പറയുന്ന പേരാണെന്ത്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനറൽ ആശുപത്രിയിൽ നിന്ന് രോഗിയെ പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻസർ സെന്ററിലേക്ക് മാറ്റുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ മനസ്സിലായോ ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും എന്താണെന്ന്? യെസ് മിസ്.
ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ എന്താണ്, ജനറൽ വാർഡിൽ നിന്ന് അവിടെ തന്നെയുള്ള ICUയിലേക്ക് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ആ ഹോസ്പിറ്റലിൽ മാറുന്നില്ല, ഹോസ്പിറ്റലിൽ തന്നെയുള്ള സെയിം യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ രോഗിക്ക് പ്രത്യേക പരിചരണം ലഭിക്കുന്നതിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിള്, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ ക്യാൻസർ സെന്ററിലേക്ക് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, രണ്ടുമാണുള്ളത് കേട്ടോ. അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് ഹെഡിങ് കൊടുക്കുക. Internal transfer of patient from one unit to another unit. Transfer of patient from one unit to another unit in same hospital. Example ആയിട്ട് എഴുതാം, from general ward to ICU. From general ward to ICU. External transfer എന്ന് എഴുതാം കേട്ടോ. Transfer of a patient from one hospital to another hospital. Transfer of a patient from one hospital to another hospital. Okay. Example എന്ത് എഴുതും നിങ്ങള്? എക്സാമ്പിൾ എന്ത് എഴുതും? എന്താ എക്സാമ്പിളോട് പറഞ്ഞേക്കണേ? ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ഒരു പേന തരൂ, പേന പെൻസിലാ. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു നോട്ട് ബുക്ക് എടുക്കുക, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? എടുത്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വാട്ട് ഈസ് റൂട്ടീൻ ഡിസ്ചാർജ് കേട്ടോ. വാട്ട് ഈസ് റൂട്ടീൻ ഡിസ്ചാർജ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് AMA. Full form of AMA. Full form of AMA.
Third question, what is the purpose of hospital discharge? What is the purpose of hospital discharge? What is the purpose of hospital discharge? ഇനി fourth question, full form of ലാമ. ലാമയുടെ full form എഴുതാം കേട്ടോ. Full form of ലാമ. Full form of ലാമ. Fifth question, discharge of process flow chart. കേട്ടോ, ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. ആ ഫ്ലോ ചാർട്ട് എഴുതാം കേട്ടോ, ഓർഡറിൽ എഴുതാം. Sixth question, what is the discharge summary? What is the discharge summary? What is the discharge summary? Next question, full form of CRM. Full form of CRM. Write about two types of admission. Write about two types of admission. രണ്ട് തരത്തിലുള്ള അഡ്മിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻപേഷ്യന്റില്. ആ രണ്ട് ടൈപ്പ് മാത്രം എഴുതാം, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. രണ്ട് ടൈപ്പ് അഡ്മിഷൻ ഏതൊക്കെയാണെന്ന് എഴുതാം കേട്ടോ. Two types of admission. എത്രാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതിയേ? 8. അല്ലേ? ഓക്കെ. 9th question. Write the definition of ward. വാർഡിന്റെ ഡെഫിനിഷൻ എന്താന്ന് എഴുതാം കേട്ടോ. Write the definition of ward. Tenth question. Write the types of wards. രണ്ട് ടൈപ്പ് വാർഡുകൾ ഉണ്ട്, ഏതൊക്കെയാണെന്ന് എഴുതാം കേട്ടോ. അത് ടൈപ്സ് ഓഫ് വാർഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. 10 ക്വസ്റ്റ്യൻ ആയില്ലേ? അതെ മിസ്. ഓക്കെ, ആൻസർ ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞു 10 ക്വസ്റ്റ്യൻ കേട്ടോ.
ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പറയാട്ടെ എന്നോട്. കഴിഞ്ഞോ? ഷെറ കഴിഞ്ഞോ? ഇല്ല ഇല്ല മിസ്. miss. ആ എഴുതിക്കോ എഴുതിക്കോ.
ഒക്കെ കഴിയാറായോ? കഴിഞ്ഞല്ലേ? ഓക്കെ, ഞാൻ ആൻസർ പറയാം കേട്ടോ. പറയട്ടെ? പറഞ്ഞോളൂ. ആ, ഓക്കെ. നിങ്ങളോട് തന്നെ ചോദിക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? റൂട്ടീൻ ഡിസ്ചാർജ്. വാട്ട് ഈസ് റൂട്ടീൻ ഡിസ്ചാർജ്? പ്ലാനഡ് ഡിസ്ചാർജ് ഓൺ ദ അഡ്വൈസ് ഡോക്ടർ. അത് മാത്രം എഴുതിയാൽ മതി, അത് ഫുൾ എഴുതണം? ഫുൾ എഴുതേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഒബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് ഡിസ്ചാർജ് ആണ് അല്ലെ? ഓക്കെ, ഇനി ഫുൾ ഫോം ഓഫ് AMI ഡിസ്ചാർജ്? Against medical advice. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്? To provide guidelines for the discharge of the inpatient from hospital. To provide guidelines for the discharge of inpatients from the hospital. അതാണ് എന്ത്? പർപ്പസ് അല്ലെ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലാമയുടെ ഫുൾ ഫോം അല്ലേ? Legal against medical advice. എന്തായിരുന്നു? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. ലാമ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഇനി ഫിഫ്ത് വൺ ഫ്ലോ ചാർട്ട് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാരും കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? ഫുള്ള് കിട്ടിയില്ല ടീച്ചറെ. ഫുള്ള് കിട്ടിയില്ല അല്ലേ? ആരെങ്കിലും ഫുള്ള് എഴുതിയിട്ടുണ്ടോ ഫ്ലോ ചാർട്ട്? ഇല്ല ഇല്ല അല്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞേ നിങ്ങള് എവിടെയാ മിസ്സായി പോയത്? ആദ്യത്തെ എന്താ വരിക? ഫസ്റ്റ് വൺ എന്താ വരിക ഫ്ലോ ചാർട്ടില്? റിട്ടൺ ഓർഡർ ബൈ ഡോക്ടർ. റിട്ടൺ ഓർഡർ ബൈ ഡോക്ടർ ആണ്. ഓക്കെ, ഇനി ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ബിൽസ്, ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്, വെരിഫിക്കേഷൻ വിത്ത് the respective insurance providers if any, inform what's to pay the bill by patient, settlement of bill, collecting discharge medications, explain medications and provide discharge summary, arrange transportation if needed, documentation of discharge and remove patient from HIS. Okay, ഇത്രയും ആരെങ്കിലും എഴുതിയോ? എഴുതി? ഓക്കെ ഓക്കെ, എഴുതി. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡിസ്ചാർജ് സമ്മറി? ഒന്ന് പറഞ്ഞേ തുഷാര, ഒന്ന് പറഞ്ഞേ എന്താ ഡിസ്ചാർജ് സമ്മറി? It's a clinical report prepared by the healthcare profession at the end of hospital stay. Okay. Discharge summary is the clinical report prepared by a health professional at the conclusion of a hospital stay. Very good. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? CRMന്റെ ഫുൾ ഫോം ആയിരുന്നു അല്ലേ? എന്താ? Customer relationship management. ഓക്കെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 types of admission. ഏതൊക്കെയാ അഡ്മിഷൻ ഉള്ളത്? Emergency admission, routine admission. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യനോ? Definition of ward. Definition of ward അല്ലേ? ഓക്കെ,
എന്തായിരുന്നു? It's a room in a hospital where the beds are arranged for patients who need similar treatment. ഓക്കെ, വെരി ഗുഡ്. ഇനി ടൈപ്സ് ഓഫ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Types of wards. ആ Ward, specialized ward. ഓക്കെ, എല്ലാത്തിനും ആൻസർ കിട്ടിയവരുണ്ടോ? എല്ലാം എഴുതിയവരുണ്ടോ? ഫ്ലോ ചാർട്ട് ഒഴികെ എല്ലാം ശരിയായവരുണ്ടോ? കിട്ടി. ഫ്ലോ ചാർട്ട് കിട്ടിയില്ല, ബാക്കിയെല്ലാം. ബാക്കിയെല്ലാം കിട്ടി. ഷാരണ്ണോ? എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു മിസ്സേ. സമയം കിട്ടില്ല, സാരമില്ല, കുഴപ്പമില്ല. നവമി? ഡിസ്ചാർജും ഫ്ലോ ചാർട്ടും ശരിയല്ല മിസ്സേ. ശരിയായില്ല. Discharge. ആ ഓക്കെ. ഡിസ്ചാർജ് അല്ലേ? ക്രിഷ്, സുനിലോ? ഡിസ്ചാർജും ഫ്ലോ ചാർട്ടും. ഫ്ലോ ചാർട്ട്. ഓക്കെ. ജിനോ? ലാസ്റ്റത്തെ രണ്ടെണ്ണം എഴുതിയില്ലായിരുന്നു. ലാസ്റ്റത്തെ എഴുതിയില്ല അല്ലേ? ലാസ്റ്റത്തെ ആയിരുന്നു ടൈപ്സ് ഓഫ് വാർഡ്സ്. ടൈം കിട്ടാത്ത എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കും? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. കിട്ടിയല്ലോ, ആൻസർ ഒക്കെ ഒരു വിധം കിട്ടിയിട്ടുണ്ട്. ആർക്ക് മാർക്കൊന്നും കുറവൊന്നുമില്ല. ഓക്കെ. കുറെ നാളായി ഞാനിതിങ്ങനെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ സാഹചര്യം ഒത്തു വന്നിരുന്നാണ് എടുക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോ നമ്മള് ട്രാൻസ്ഫർ ആണ് പറഞ്ഞത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, പർപ്പസ് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫറും പറഞ്ഞു അല്ലെ. അതിനകത്ത് ഇന്റേണൽ ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ നമുക്ക് എഴുതാനുള്ളത് സ്റ്റെപ്സ് എഴുതണം കേട്ടോ. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാല് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? ഇപ്പൊ ടൈം ഇല്ലല്ലോ. നാളത്തെ ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നാളെ നിങ്ങൾ നോട്ട് ആക്കിയാൽ മതി. ഞാനൊന്ന് പറയാം, ഒരു 4 മിനിറ്റും കൂടി ഉണ്ടല്ലോ, ഞാനൊന്ന് ജസ്റ്റ് പറയാം എന്താണെന്ന്. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിനുള്ളിലെ പല യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഉള്ള ചില സ്റ്റെപ്പുകൾ ഉണ്ട്. ഹോസ്പിറ്റലിൽ സ്വീകരിക്കുന്ന ചില സ്റ്റെപ്പുകൾ ഉണ്ട്, അതാ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓർഡർ ബൈ ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യന്റെ ഓർഡർ വേണം നമുക്ക് എന്താണ് ഒരു ഹോസ്പിറ്റലിനുള്ളിലെ മറ്റൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും, അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും എന്താണ് ഡോക്ടറിന്റെ ഓർഡർ വേണം നമുക്ക്. ഇനി പേഷ്യന്റിനെയും പേഷ്യന്റെ ഫാമിലിയും അറിയിക്കണം എന്താണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. ഇനി ഇൻഫോം വാർഡ് ഇൻചാർജ് ഓഫ് അനദർ യൂണിറ്റ്. അതായത് എങ്ങോട്ടാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ഇൻഫോം ചെയ്യണം. ഇപ്പൊ വേറെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആണെങ്കിൽ അവിടെയും നമ്മൾ ഇൻഫോം ചെയ്യണം. ഇനി കംപ്ലീറ്റ് പേഷ്യൻസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പൊ വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്താണ് പേഷ്യന്റ് ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കണം. പിന്നെ അറേഞ്ച്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എയർ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട്, ഏത് ട്രാൻസ്ഫർ ആയാലും ആ ഒരു വാഹനം നമ്മൾ റെഡിയാക്കണം. ഇൻഫോം അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി വേറെ യൂണിറ്റിലേക്കൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ യൂണിറ്റ്സിന് എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫോം ചെയ്യണം. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ്. പിന്നെന്താണ് നമ്മൾ എന്ത് ചെയ്യാണ് പേഷ്യന്റിനെ നമ്മൾ ഇങ്ങനെയുള്ള മാർഗങ്ങൾ കൂടി ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ പേഷ്യന്റിനെ പുതിയൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ് സ്വീകരിക്കുകയാണ് അല്ലെ. അവിടെ അതായത് പുതിയൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റിലാണെങ്കിൽ അവിടെ രോഗിയെ റിസീവ് ചെയ്യുന്നു. ഇനി ഹാൻഡിങ് ഓവർ ആൻഡ് ടേക്കിംഗ് ഓവർ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ്. പിന്നെ എന്താണ് രോഗിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോ ഡോക്യുമെന്റ് ആയാലും ആഭരണങ്ങൾ ജ്വല്ലറികളായാലും പേഴ്സ് ആയാലും മണി ആയാലും ഒക്കെ എന്താണ് അവിടെ എന്ത് ചെയ്യാണ് നമ്മളെ ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാണ് ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യാണ്. അതോടുകൂടിയായിട്ടാണ് ഈ ട്രാൻസ്ഫറിന്റെ സ്റ്റെപ്പ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ നോട്ട് ഞാൻ നാളെ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ചെന്ന് വായിക്കാം കേട്ടോ. ഇന്ന് എടുത്ത ആ ഒരു സ്ലൈഡ്, ആ ഒരു പേജ് വായിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.